നമസ്കാരം. ക്ലോണിങ്ങിലൂടെ കുരുത്തവരാണ് കുരുക്കളെന്നും പുഷ്പക വിമാനമാണ് ലോകത്തെ ആദ്യ വിമാനമെന്നും പശുവിൻ്റെ ചാണകത്തിൽ പ്ലൂട്ടോണിയമുണ്ടെന്നും ഗോമൂത്രം സർവ്വരോഗ സംഹാരിയാണെന്നും പ്ലാസ്റ്റിക് സർജറിയുടെ സൃഷ്ടിയാണ് ഗണപതിയെന്നും കാർമേഘങ്ങൾ റഡാറുകളുടെ കാഴ്ച മറയ്ക്കുമെന്നുമൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഭരണത്തിൽ തുടരുമ്പോൾ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് കെട്ടിപ്പൂട്ടിയതിൽ ഒരു അത്ഭുതവുമില്ല. ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് ഒത്തുകൂടുവാനും ഗവേഷണ നേട്ടങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ആ വേദിയായാണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വിഭാവനം ചെയ്യപ്പെട്ടത്. 1914 തുടക്കമിട്ടത് മുതൽ എല്ലാ വർഷവും ഇത് നടന്നു പോന്നിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2021 22 മുടക്കമൊഴിച്ചാൽ അതിന് ഒരു കാലത്തും തട്ടുകേട് വന്നിട്ടില്ല. നൊബേൽ ജേതാക്കൾ ഉൾപ്പെടെ ശ്രേഷ്ഠരായ അനേകം ദേശീയ അന്തർദേശീയ ശാസ്ത്രജ്ഞർ പങ്കെടുത്തതിൻ്റെ വിശിഷ്ട ചരിത്രം ഈ സമ്മേളനത്തിനുണ്ട്. സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയെന്ന സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജവഹർലാൽ നെഹ്റു തുടങ്ങിവെച്ച പതിവ് മുറ തെറ്റാതെ നടന്നു പോന്നതുമാണ്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് ഓൺലൈനായാണെന്ന് മാത്രം. ജനുവരി 3 മുതൽ 7 വരെ എന്നത് സ്ഥിരം സമയക്രമമാണെന്നതിനാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വർഷാദ്യ പൊതുപരിപാടി എന്ന പ്രത്യേകതയും ശാസ്ത്ര കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ജനുവരി 3 സമ്മേളനം ഉണ്ടായില്ല. ഇക്കൊല്ലം ഇനി നടക്കുമോ എന്ന് വ്യക്തതയുമില്ല. പരിപാടിക്ക് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകി വരാറുള്ള സഹായധനം ഇത്തവണ നൽകാത്തതാണ് പ്രശ്നം. ശാസ്ത്ര കോൺഗ്രസിൻ്റെ താരത്തിളക്കത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മങ്ങലേറ്റിട്ടുണ്ട്. പ്രഗത്ഭരായ പല ശാസ്ത്രജ്ഞരും കുറേയായി ഇതിൽ പങ്കെടുക്കാറില്ല. രാജ്യത്തെ ഔന്നത്യമുള്ള ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ മിക്കതും പ്രതിനിധികളെ അയക്കാറുമില്ല. അടുത്ത കാലത്തായി ഭരണകൂട സമ്മർദ്ദത്തിന് വഴങ്ങി അതിദേശീയവാദ പ്രചാരണത്തിനുതകുന്ന അസത്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയായി ശാസ്ത്ര കോൺഗ്രസിനെ മാറ്റിയതാണ് ശാസ്ത്ര കോൺഗ്രസിൻ്റെ മൂല്യച്യുതിക്ക് കാരണം. 2015 മുംബൈ സർവകലാശാലയിൽ നടന്ന 102ാമത് ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിച്ച ചില പ്രബന്ധങ്ങളാണ് ആദ്യം വിവാദമായത്. പതിവില്ലാത്ത വിധം ഉൾപ്പെടുത്തിയ പ്രാചീന ശാസ്ത്രങ്ങൾ സംസ്കൃതത്തിലൂടെ എന്ന ചർച്ചാ സമ്മേളനത്തിൽ ആനന്ദ് ബോധാസ്, അമേയ യാദവ് എന്നീ ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടത് 7000 വർഷം മുമ്പ് തന്നെ ഇന്ത്യയിൽ ഗ്രഹാന്തര വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. രൂപാകരണ രഹസ്യം എന്ന പ്രാചീന സംസ്കൃത ഗ്രന്ഥത്തിൽ റഡാറുകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. വൈജ്ഞാനിക പ്രൗഢിയുടെ മുദ്രയുള്ള ദേശീയ ശാസ്ത്ര കോൺഗ്രസിൽ കെട്ടുകഥകളെ ആധികാരിക സത്യമെന്ന പോലെ അവതരിപ്പിച്ചത് ഏവരെയും അന്ധാളിപ്പിച്ചു. പക്ഷേ അത് തുടക്കം മാത്രമായിരുന്നു. 2019 ജലന്ധറിൽ നടന്ന ശാസ്ത്ര കോൺഗ്രസിൽ അന്നത്തെ ആന്ധ്ര സർവകലാശാല വിസിയും രസതന്ത്ര പ്രൊഫസറുമായ ജി നാഗേശ്വര റാവു പറഞ്ഞത് പൗരാണിക ഇന്ത്യയിൽ വിത്തുകോശ ഗവേഷണം നടന്നതിന് മഹാഭാരതത്തിൽ തെളിവുണ്ടെന്നും കൗരവർ ഈ വിദ്യയിലൂടെ പിറന്നവരാണെന്നുമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശാസ്ത്ര ഗവേഷകനായ കാനൻ ജഗതല കൃഷ്ണൻ തൻ്റെ പ്രബന്ധത്തിൽ പറഞ്ഞു വെച്ചത് ഐസക് ന്യൂട്ടന് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെന്നും ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷികതാ സിദ്ധാന്തത്തിലൂടെ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ്. ശാസ്ത്ര കോൺഗ്രസിനോടുള്ള താല്പര്യക്കുറവ് കുറേ കാലമായി ഡൽഹിയിലുള്ള ഭരണവൃത്തങ്ങളിലുണ്ട്. അതേസമയം കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പും RSS ബന്ധമുള്ള വിജ്ഞാന ഭാരതി എന്ന സ്ഥാപനവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 17 മുതൽ 20 വരെ ഹരിയാനയിലെ ഫരീദാബാദിൽ നടക്കുന്നുണ്ട്. 2015 മുതൽ നടന്നുവരുന്ന ശാസ്ത്ര സമ്മേളനമാണിത്. ഈ സമ്മേളനത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന് ബദലായി വളർത്താനുള്ള നീക്കമാണ് ഭരണകൂട മനസ്സിലെങ്കിൽ അത് ആശങ്കാജനകമാണ്. ശാസ്ത്ര കോൺഗ്രസിൻ്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് അതിനെ പൂർവ്വ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ലോകത്തെയും രാജ്യത്തെയും സമുന്നതരായ ശാസ്ത്രജ്ഞരെ പങ്കെടുപ്പിക്കാനും സമ്മേളനത്തിലെ പ്രബന്ധങ്ങളും ചർച്ചകളും കാതലുറ്റതാക്കാനും കഴിയണം. സർക്കാരിൻ്റെ മാത്രമല്ല ശാസ്ത്ര സമൂഹത്തിൻ്റെ ഒന്നടങ്കം ശ്രദ്ധ പതിയേണ്ട കാര്യമാണിത്. ഇതൊക്കെ ആരോട് പറയാൻ, പറഞ്ഞിട്ടെന്ത് ഫലം?